पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഭഗവാൻ നാരായണൻ സ്വയം അർജുനോടുപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും ഭഗവതിയുമായ ശ്രീമദ് ഭഗവദ്ഗീതേ, അമ്മേ, ഞാൻ സംസാരനാശിനിയായ അവിടുത്തെ അനുസ്മരിക്കുന്നു. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നവനും വിടർന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പോലുള്ള കണ്ണുകളുള്ളവനും വിശാലബുദ്ധിയുമായ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെയെല്ലാം നിറവേറ്റുന്നവനും ചമ്മട്ടിയും കോലും കൈയിലേന്തിയവനും ജ്ഞാനമുദ്ര പിടിച്ചവനും ഗീതാമൃതം കറന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമസ്കാരം. സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളും കറവക്കാരൻ ശ്രീകൃഷ്ണനും പശുക്കിടാവ് അർജുനനും പാൽ ഗീതാമൃതവുമാണെന്നു കരുതിയാൽ അത് ഭുജിക്കുന്നവർ ബുദ്ധിമാന്മാരാകുന്നു. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവഃ. ഭീഷ്മൻ, ദ്രോണൻ എന്ന 2 കരകളും ജയദ്രഥനാകുന്ന ജലവും ഗാന്ധാരൻ എന്ന കറുത്ത പാറയും ശല്യൻ എന്ന മുതലയും കൃപനെന്ന ഒഴുക്കും കർണൻ എന്ന വേലിയേറ്റവും അശ്വത്ഥാമാവ്, വികർണൻ എന്നീ ഭയങ്കര സ്രാവുകളും ദുര്യോധനൻ എന്ന ചുഴിയും കൊണ്ട് ഇറങ്ങാൻ വയ്യാത്ത പടക്കളമാകുന്ന പെരുമ്പുഴ കടത്തുകാരനായ ഭഗവാന്റെ കനിവുമാത്രം കൊണ്ട് ആ പാണ്ഡവന്മാർ കടന്നു കരപറ്റി. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈ രഹരഹഃ പീപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസിലുണ്ടായതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതും പലവിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ദിവസവും വന്ന് തേൻ കുടിക്കുന്നതുമായ മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമ്മുടെ കലിമലത്തെ അകറ്റുന്നതാകട്ടെ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നത്, മുടന്തൻ മല കയറുന്നതും പരമാനന്ദ സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുവന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ
गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनः यस्यान्तं न विदुःसुरासुरगणाः देवाय तस्मै नमः. യാതൊരു ദേവനെയാണോ ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, വായു എന്നിവർ ദിവ്യങ്ങളായ സ്തവങ്ങളാൽ സ്തുതിക്കുന്നത്, സാമഗാനം ചെയ്യുന്നവർ ആരെക്കുറിച്ചാണോ വേദോപനിഷത്തുക്കളുടെ പദക്രമ പാഠങ്ങളാൽ പാടുന്നത്, ധ്യാനത്തിൽ തദ്ഗത മനസ്കരായ യോഗികൾ ആരെയാണോ ദർശിക്കുന്നത്, ആരുടെ മഹത്വമാണോ ദേവന്മാരും അസുരന്മാരും അറിയാത്തത്, ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു.